ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പുതിയ നിയമം മുഴുവൻ ബേസ് ചെയ്തേക്കുന്നത് സ്നേഹത്തിൽ ബേസ് ചെയ്തുള്ള റിലേഷൻഷിപ്പ്. പഴയ നിയമം മുഴുവൻ നിയമത്തെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ. ഇപ്പോൾ രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഏത് ഉടമ്പടിയിൽ നിൽക്കുന്ന നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മുടെ ആ മനോഭാവം നോക്കിയാൽ മതി. കർത്താവുമായിട്ട് നമുക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടോ, അതോ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെടുന്നത്, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നത് കൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളം പഴയ നിയമത്തില്ല. അതേസമയം ഞാനും കർത്താവും ഒന്നാണ്. ഒരു ഭർത്താവും ഭാര്യയും ഒന്നായിരിക്കുന്ന പോലെ അവിടെ കണക്കുകളില്ല, പിറുപിറുപ്പില്ല, സെൽഫിഷ്നെസ് ഇല്ല, അല്ലെങ്കിൽ ഒരു അകൽച്ചയില്ല. എന്തുകൊണ്ടാണ് നമുക്കിപ്പോഴും കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നതെന്നറിയാമോ? പലപ്പോഴും ചിന്തിച്ചു നോക്കി. നമ്മൾ കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ കർത്താവുമായിട്ട് നമുക്കൊരു അകൽച്ച വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും ആ ബന്ധത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒന്നാണെന്നുള്ള തിരിച്ചറിവ് വന്നിട്ടില്ല. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതിനകത്ത് വലിയൊരു ഘടകമാട്ടോ. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തി ലഭിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നത് ആ ഭർത്താവിലേക്ക് ചേരുക, ആ കുടുംബത്തോട് ചേരുക വിവാഹത്തിലൂടെ. അതാ വചനം പറയുന്നത്. നമ്മൾ സ്നാനപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനോട് നമ്മൾ ചേരുക. ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു ഗ്ലാസ്സിൽ മഷി ഇങ്ക് എടുക്കുക, ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുക, പിന്നീട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും പിടികൊടുക്കാതെ, അല്ലെങ്കിൽ ആ സ്നേഹം പിടികിട്ടാതെ നമ്മൾ മാറി നിന്നിട്ട് നമ്മളങ്ങോട്ട് എന്താ പറയുക, അതുമായിട്ട് അങ്ങോട്ട് ഒന്നാകത്തില്ല. നമ്മൾ സെപ്പറേറ്റായിട്ട് നിന്നിട്ട് മിനിമം കാര്യങ്ങൾ ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ ശിക്ഷ, കോപം ഒഴിവാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. അത് മാറണം. നമ്മുടെ പെർഫെക്ഷൻ അല്ല, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു മകൻ്റെ പെർഫെക്ഷൻ അല്ല പിതാവിൻ്റെ സ്നേഹം. ആ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പടി കിട്ടണമെങ്കിൽ ആ പ്രോഡിഗൽ സണ്ണിൻ്റെ കാര്യം ഒന്നുകൂടെ വായിച്ചാൽ മതി. മുടിയനായ പുത്രൻ്റെ കാര്യം. അത് പിതാവ് ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ മുടിയനായ പുത്രൻ നമ്മൾ ഓരോരുത്തരുമാണ്. ഒരു പെർഫെക്ഷനും ഇല്ലാത്ത പാപികളിലായ നമ്മൾ. ആ മുടിയനായ പുത്രൻ വന്നപ്പം പിതാവ് ഓടിച്ചെന്നാണ് പറഞ്ഞത്. ഓടിച്ചെന്ന്. അതാ പിതാവിൻ്റെ സ്നേഹം. അതേസമയം ഇവനെ മാറി നിന്നിരുന്നെങ്കിലോ കുറ്റബോധം കൊണ്ട്. അവിടെയാണ് ആ മൂത്ത പുത്രനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കിട്ടും ലീഗലിസം. നമ്മുടെയൊക്കെ പലരുടെയും യഹൂദൻ തുടങ്ങിയ സ്വഭാവം ഇന്നും നമ്മൾ ഈ പഴയ നിയമത്തിൽ കൊണ്ട് തല കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ നുകോട് തല വെക്കുന്നുണ്ട്. നമുക്കും പലപ്പോഴും ആ ലീഗലിസമാണ് നമ്മളെ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോമൽ റിലേഷൻഷിപ്പ്. ഞാൻ നിന്നെ അനുസരിച്ചില്ലോ, ഞാൻ എങ്ങും അനുസരണക്കേട് കാണിച്ചില്ലോ, എനിക്കൊരു കാളക്കുട്ടി അറത്തില്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി നടത്തിയില്ലല്ലോ, അനുവദിച്ചില്ലല്ലോ. ഈ തരം ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ്, ഞാൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു, ഇനിയും കർത്താവ് ചെയ്യാനുള്ളതാണ് ബാക്കി കിടക്കുന്നു. അതേസമയം ഇളയവനോ മുഴുവൻ എന്താ പറഞ്ഞേ അങ്ങ് നശിപ്പിച്ച് തേച്ച് കഴുകി ഒരു പരുവാക്കി തിരിച്ചു വന്നേക്ക്. അവൻ വന്നെന്തിനാ? ശരിക്കും പിതാവിനുള്ള സ്നേഹത്തിലാണോ? ഒന്നുമല്ല. അവൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ജോലിക്കാർ പോലും ഇതിനേക്കാൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ച് 4 പേര് അല്ലെങ്കിൽ 3 പേരും കഴിച്ച് തൃപ്തരായിട്ടാണ് കിടക്കത്തെ. അവിടെ ചെന്നാൽ എനിക്ക് അത് കിട്ടും. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. കാരണം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പന്നിയുടെ ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം, അതേ ഉള്ളായിരുന്നു അവൻ്റെ ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ഒരു സെൽഫിഷ്നെസ്. പക്ഷെ പിതാവോ എന്തെങ്കിലും കണക്ക് പറഞ്ഞോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. പിതാവിൻ്റെ റിലേഷൻഷിപ്പ്, പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. പിതാവ് എന്തെങ്കിലും കണക്ക് പറഞ്ഞോ? ഒരു 5 മിനിറ്റത്തേക്കെന്തെങ്കിലും മുഖം കറുപ്പിച്ചോ? അതോ നമ്മൾ പലരും കാണിക്കുന്നില്ല, മക്കളെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞനുസരിക്കാതെ മക്കളെ കാണുമ്പോൾ മുഖം അങ്ങോട്ട് തിരിച്ചു വെച്ചോണ്ടിരുന്നോ? എന്തെങ്കിലും അകൽച്ച കാണിച്ചോ? നീ പുറത്തുനിന്നുള്ളതെന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ട് അകത്തോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. വചനം പറയുന്നത് ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ, കാരണം പ്രതീക്ഷിച്ചിരിക്കുക അവനെപ്പം വേണേലും വരാം. പണ്ടൊക്കെ ഈ പോസ്റ്റ്മാൻ ലെറ്ററുമായിട്ട് വരാനായിട്ട് ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു.
എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ദൂരോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അവൻ എപ്പോഴെങ്കിലും വരും. ദൂരെ നിന്ന് അവൻ വരുന്ന കണ്ടു. എല്ലാം മറന്ന് എഴുന്നേറ്റൊരു ഒറ്റ ഓട്ടം. അല്ല, അവനിങ്ങി വരട്ടെ, അവന് ഞാൻ കൊടുക്കുന്നുണ്ട്, ഞാനിത് ശരിയാക്കും, എൻ്റെ കയ്യിൽ എനിക്ക് 2 പറയാനുണ്ട്, ചോദിക്കാനുണ്ട്. ഒന്നുമില്ല, ഒരു കണ്ടീഷനുമില്ല. ഇതാ റിലേഷൻഷിപ്പ്. അപ്പൻ്റെ അല്ലെങ്കിൽ കർത്താവിന് നമ്മളോടുള്ള ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ലവ് ബേസ്ഡ് റിലേഷൻഷിപ്പ്. അതേസമയം ന്യായപ്രമാണം വെച്ചിട്ടായിരുന്നെങ്കിലോ, പിതാവ് ലിസ്റ്റ് എടുത്തന്നെ എന്തൊക്കെയാണ് തെറ്റിച്ചേക്കുന്നത്. ഈ ട്രാഫിക് പോലീസുകാർ എടുക്കുകയല്ലേ, മറ്റേ ഇൻഡിക്കേറ്റർ ഇല്ല, ബ്രേക്ക് ലൈറ്റ് ഇല്ല, അല്ലെങ്കിൽ എന്താ പറയുക, അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് എടുത്തേനെ. ഇവന് ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞില്ല. അവസാനം യു ആർ ഔട്ട്. ഒരു ചെക്ക് ലിസ്റ്റും ഇല്ല, മുഴുവൻ മാറ്റി വെച്ചു. കാരണം ഈസ് മൈ സൺ, അവനെൻ്റെ മകനാണ്, എൻ്റെ പുത്രനാണ്. അവൻ മടങ്ങി വന്നത്. അതേസമയം മൂത്ത മോനോ, അവൻ ഈ സ്നേഹം ഒരിക്കലും അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവൻ നിയമത്തെ സൂചിപ്പിക്കും. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ഇന്ന് നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുക, നമ്മുടെ അവസ്ഥ അത് തന്നെയാണ്. മൂത്ത പുത്രൻ്റെ അവസ്ഥ. ഭവനത്തിലാണോ? ആണോ. പിതാവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നുണ്ടോ? എല്ലാം ചട്ടപ്രകാരം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തിൻ്റെയോ ഒരു കുറവില്ലേ. അതെന്തിൻ്റെ കുറവാണെന്നറിയോ? ആ സ്നേഹം, ആ സ്നേഹത്തിലുള്ള ആ ബന്ധം, അതിൻ്റെ കുറവാണ്. മുഴുവൻ പോയി. അതേസമയം ഇളയമോനോ, അവൻ്റെ പെർഫെക്ഷൻ കൊണ്ടോ പെർഫോമൻസ് കൊണ്ടാണോ പിതാവ് അവനെ അക്സെപ്റ്റ് ചെയ്തത്? പെർഫെക്ഷനും വേണ്ടെന്നല്ല കേട്ടോ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. പിതാവിൻ്റെ സ്നേഹം അതൊറ്റക്കാണ്. അപ്പോൾ അത് ഇനിയെങ്കിലും നമ്മളൊന്ന് തിരിച്ചറിയും. നമ്മൾ ഈ മൂത്ത പുത്രനെ പോലെ എല്ലാ കാര്യങ്ങളും ചട്ടപ്രകാരം ചെയ്ത് പിതാവിൻ്റെ ആ പ്രീതിക്ക് വേണ്ടി നിൽക്കാതെ ആ സ്നേഹത്തിൽ ആശ്രയിക്കുക. പുതിയ നിയമം മുഴുവൻ ബേസ് ചെയ്ത് സ്നേഹത്തിലാണ്, റിലേഷൻഷിപ്പിലാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ.